ഹലോ ഗൈസ്, ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് രേവതി സുധിയെ കാണുന്നുണ്ടല്ലേ, അവിടെ അമ്പലത്തിൽ ഭിക്ഷ യാചിച്ച് നിൽക്കുന്നത്. ആ, നമ്മുടെ രേവതിയുടെ കണ്ണിൽ പെടുന്നുണ്ട് നമ്മുടെ സുധി അല്ലെ. അപ്പൊ രേവതി അപ്പൊ തന്നെ ഈ കാര്യം നമ്മുടെ സച്ചിനെ വിളിച്ച് ഫോണിൽ വിളിച്ച് അറിയിക്കുന്നുണ്ടേ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ഒന്ന് പൊയ്ക്കേടി വന്നത്, അത് സുധിയൊന്നും ആയിരിക്കില്ല, നിനക്ക് ആള് മാറിയതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ രേവതി സമ്മതിക്കുന്നില്ല കേട്ടോ. ഇല്ല സച്ചിയേട്ടാ, ഇത് അദ്ദേഹം തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ വർഷയുടെ വീട്ടിലാണെങ്കിൽ വർഷയുടെ അച്ഛനുമായിട്ടൊന്ന് വഴക്കിടുന്നുണ്ട്. അച്ഛനോട് പറയുന്നുണ്ട്, രേവതി ചേച്ചി മോഷ്ടിക്കില്ല, അച്ഛൻ മനഃപൂർവ്വം രേവതി ചേച്ചിയെ കള്ളിയാക്കാൻ ശ്രമിച്ചത് കൊണ്ടല്ലേ സച്ചിയേട്ടൻ അച്ഛനെ തല്ലേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയേട്ടന്റെയും രേവതിയുടെയും പക്ഷം പിടിച്ച് നമ്മുടെ വർഷ അച്ഛനോട് സംസാരിച്ച് അവിടെ നിന്നും നമ്മുടെ ചന്ദ്രോദയത്തേക്ക് പടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നീട് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ സച്ചി ആ രേവതി പറഞ്ഞ അമ്പലത്തിൽ വന്ന് നമ്മുടെ സുധിയെ നേരിട്ട് കാണുന്ന ഒരു നിമിഷങ്ങളാട്ടോ. അപ്പൊ സുധി ആകപ്പാടെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. ഇനി ഇത് സച്ചി അറിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും ചന്ദ്രോദയം വീട്ടിൽ പോയിട്ട് സച്ചി ഈ കാര്യങ്ങൾ പാട്ടാക്കുമെന്നുള്ളത് കാര്യം ഉറപ്പാണല്ലേ. അപ്പൊ ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണോട്ടോ. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.